ഹരി ഓം, ഏവർക്കും വൃന്ദാവനത്തിന് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 2025 ജൂലൈ മാസഫലമാണ് കേട്ടോ. മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമുക്ക് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ നമ്മുടെ ചന്ദ്രാലുള്ള ഫലം മാത്രം കണ്ടാൽ പോരാ, ലഗ്നം കൂടി എടുത്തു കാണും. ചന്ദ്രാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, ലഗ്നാൽ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യയാണ്. സോ രണ്ടുകൂടെ കണക്ട് ചെയ്ത് നിങ്ങൾ പ്രഡിക്ഷൻ കേൾക്കുമ്പോഴാണ് കുറച്ചൊരു ഐഡിയ കിട്ടുക. അതുപോലെ ഒന്നിലധികം രാശിയുടെ ഫലം കാണുന്നവരെ എന്ത് ചെയ്യുക, ഒരു വീഡിയോയുടെയെങ്കിലും പൂർണ്ണമായിട്ട് അവസാനം വരുന്ന കാണാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫലം മാത്രം കേട്ടാൽ മതി. കാരണം കൺക്ലൂഷൻ പാടിലാണ് നമ്മൾ ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണേ. ഓക്കെ, അതുകൊണ്ടാണ് അത് നമ്മുടെ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നവർക്കറിയാം, അല്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തെന്നുള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ബെല്ലൈക്കൻ അമർത്തുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് അതിന് മനസ്സിലെ വീഡിയോയിൽ കിടക്കാം. മേടരാശിയുടെ ഫലം അല്ലെ, അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മേടരാശി എന്ന് പറയാം അല്ലെ. നിങ്ങളെ ശ്രദ്ധിച്ച് ജൂലൈ മാസം എന്ന് പറയുന്നത് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ശ്രദ്ധിക്കുന്ന വളരെ ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേതു എന്ന് പറയുന്ന രാശിനാഥൻ കുജനാണ് അല്ലെ. ഈ കേതു കുജന്റെ കൂടെ യോഗം ചെയ്ത് നിൽക്കാൻ സമയമാണ് ചിങ്ങരാശിയിൽ. സോ ഇവിടെ കേതു നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കാണ്, നമ്മുടെ ചിന്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്, ഒരു കുഴപ്പങ്ങൾ നിറഞ്ഞ സിറ്റുവേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ ഈ ടൈം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ്. തൊഴിൽ സംബന്ധമാക്കിയായിട്ട് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഈ തൊഴിൽ മാറിയാലോ എന്നൊക്കെ ചിന്തിക്കുന്നവര്, ഈ തൊഴിൽ മാറി പുതിയൊരു കാര്യത്തിലേക്ക് എന്ന് വെച്ചാൽ പുതിയൊരു പരിശ്രമത്തിനൊക്കെ നോക്കുന്നവർക്ക് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ നിൽക്കുന്ന മാക്സിമം നല്ല ടൈം ആയിരിക്കും. എന്ന് വെച്ചാൽ അവോയ്ഡായി മാറി നിൽക്കുന്ന നല്ല സമയമായിരിക്കും. അതുപോലെ ഞാൻ ഇത് ചെയ്യാൻ പോകുക എന്ന് പൂർണ്ണ തീരുമാനം എടുത്ത് മുന്നോ അത് ചെയ്യാൻ നിൽക്കല്ല. കാരണം ഞാൻ പറഞ്ഞു നമ്മുടെ 5 കേസ് നിൽക്കുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ഏറ്റവും നല്ലത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് അഡ്വൈസ് എടുത്ത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. സോ നമുക്കറിയാം 5 എന്ന് പറയുന്നത് മനസ്സിന്റെ കാര്യത്വമാണ്. സോ അവിടെ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും, നമ്മുടെ മനസ്സ് കുഴപ്പത്തിലാകുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അതിന്റെ 8ാം ഭാവത്തിൽ എന്താണ് ശനി നിൽക്കുന്നുണ്ട് അല്ലെ. അതിന്റെ 8 എന്ന് വെച്ചാൽ ചിങ്ങൻ രാശിയുടെ 8ാം ഭാവത്തിലാണ് ശനി നിൽക്കുക എന്ന് പറയുന്നത്. സോ നമ്മൾ എടുക്കുന്ന കാര്യങ്ങളിൽ കുറച്ച് ലാഗ്, ഡിലേ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അത് മനസ്സിലാക്കി ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഉടനെ നടക്കുമെന്ന് പ്രതീക്ഷയോടെ പോകല്ല, കുറച്ച് ഡിലേ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ തന്നെ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുടുംബജീവിതം, ഫാമിലി റിലേറ്റഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രണയിക്കുന്നവരാണ്, പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പങ്കാളികൾ തമ്മിൽ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പ്രതീക്ഷിക്കും, നിങ്ങളുടെ പങ്കാളി വേറൊന്ന് പ്രതീക്ഷിക്കും. നിങ്ങൾ ഒന്ന് പറയും, അവർ വേറൊന്ന് കേൾക്കും, അവർ വേറൊന്ന് പറയും, നിങ്ങൾ വേറൊന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു പൊരുത്തക്കേട് എന്ന് പറഞ്ഞൊരു ഇവിടെ മാക്സിമം നമ്മൾ അനാവശ്യ സംസാരങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. സാധാരണ സംസാരമാണെങ്കിൽ ഒന്ന് കുറയ്ക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് പങ്കാളിക്ക് ഇത് മനസ്സിലാവുമല്ലോ. ഓക്കെ, നിങ്ങളുടെ പങ്കാളി എന്തുകൊണ്ടാണ് നിങ്ങൾ വർക്കിൽ ബിസി ആയതുകൊണ്ടാണ് എന്ന് മനസ്സിലാവും. കാരണം അവിടെ കൂടുതൽ സംസാരം ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുള്ളൂ. കാരണം നിങ്ങൾ പറയുന്നത് വേറൊന്നായിരിക്കും, അവർ മനസ്സിലാക്കുന്നത് വേറൊന്നായിരിക്കും, അവർ പറയുന്നത് വേറൊന്നായിരിക്കും. അപ്പൊ മൊത്തത്തിലൊരു പ്രശ്നം. സോ നിങ്ങൾക്ക് മനസ്സിലായി ഈ ടൈം നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായി, നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ സൈഡിൽ റിയാക്ടിങ് കുറയ്ക്കുക. എന്നല്ല ഓക്കെ പോട്ടെ സാരമില്ല എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിയുടെ ടൈം കൂടി അറിയാം എങ്കിൽ, അല്ലെങ്കിൽ രാശിയും അല്ലെങ്കിൽ ലഗ്നവും അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടി ഒന്ന് എടുത്ത് കാണുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഒന്നൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ വിവാഹമൊക്കെ നോക്കുന്നവരാണ്, വിവാഹത്തിനൊക്കെ ആലോചിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടഫ് സിറ്റുവേഷൻ ആയിരിക്കും ഇതെന്ന് പറയുന്നത് കേട്ടോ. കാര്യം നമുക്ക് ശുക്രൻ നല്ലതാണ്, പക്ഷെ വ്യാഴത്തിന് സപ്പോർട്ടില്ല. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളവർക്ക് പ്രശ്നമില്ല, ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിന് പ്രശ്നമില്ല, ഭാര്യ ഭർത്താക്കന്മാർക്ക് പ്രശ്നമില്ല. അവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പിണക്കങ്ങൾ, ചെറിയ ചെറിയ ദുഃഖങ്ങൾ അതൊക്കെ ഉണ്ടാവും. ഓക്കെ, അതൊരു കുടുംബമാകുമ്പോൾ ഉണ്ടാവില്ല. ഒരു പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇണക്കം ഉണ്ടാവും. ഓക്കെ, അപ്പം അവർക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രണയിക്കുന്നവർക്കും അതുപോലെ തന്നെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നവർക്കും കുറച്ച് ടഫ് സിറ്റുവേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മീനരാശിയിൽ 12ലാണ് ശനി നിൽക്കുക എന്ന് പറയാം. സോ ഇവിടെ പരീക്ഷണ കാലഘട്ടമാണ്. ഓക്കെ, ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പരീക്ഷിക്കപ്പെടുന്ന സമയമാണ്. നിങ്ങൾക്ക് അല്ലാത്ത ടൈമിൽ നിങ്ങൾ എങ്ങനെയാണ് ഓക്കെ എങ്ങനെ ആയിക്കോട്ടെ, പരീക്ഷണ കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് എക്സ്ട്രാ എഫർട്ട് എടുക്കണം. ഓക്കെ, നാളെ എക്സാം ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇരുന്ന് നന്നായി പഠിക്കൂലേ. സോ നിങ്ങളുടെ ലൈഫ് ഇപ്പൊ എന്താ ഈ ജൂലൈ മാസം എന്ന് പറയുന്നത് പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ്. സോ ഈ ടൈമിൽ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യണം, നന്നായി പഠിക്കണം, കൂടുതൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിങ്ങൾ ഒന്ന് ചെയ്തിട്ട് അത് ഒന്ന് പരാജയപ്പെട്ടെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക, ട്രൈ അഗൻ. മാക്സിമം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പ്രാക്ടീസ്. ഇത് തന്നെയായിരിക്കണം നിങ്ങളുടെ മന്ത്രം എന്ന് പറയുന്നത്.
പ്രാക്ടീസ് മോർ, ട്രൈ അഗൈൻ. സോ എന്ന് വെച്ചാൽ ഇതൊരു ചാലഞ്ചിങ് മന്താണ്, ഇതൊരു എന്താണ് നമ്മളെ പരീക്ഷണ കാലഘട്ടം. ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചാൽ നമുക്ക് മുമ്പോട്ട് അടിപൊളിയായിട്ട് പോകാൻ പറ്റും, തോറ്റ നമുക്ക് അതനുസരിച്ചുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവും. ഓക്കെ, അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഇമോഷണലെ കൺട്രോൾ ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ യാത്രകളൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കിച്ചണിൽ കൈകാര്യം ചെയ്യുമ്പോൾ മൂർച്ചയുള്ള ആയുധങ്ങളെ കൈകാര്യം ചെയ്യാം, ഗ്യാസ് ഇതൊക്കെ ആയിട്ടൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഇലക്ട്രിക്കൽ ഡിവൈസുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ഫോണൊക്കെ കുത്തിയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുത്തിയിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അത് ഏതൊരു രാശിക്കാർക്ക് പാടില്ലാത്തതാണ്, പക്ഷെ നിങ്ങൾ എക്സ്ട്രാ ടേക്ക് കെയർ എടുക്കണം. ഓക്കെ, നിങ്ങൾ ഇലക്ട്രിക്കൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പം എന്ത് ചെയ്യുക, ചെരുപ്പ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒന്നും ഓക്കെ കുഴപ്പമില്ല, വീടിൻ്റെ അകത്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുക്കള വർക്ക് ചെയ്യുന്ന മിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെരുപ്പ് യൂസ് ചെയ്യാം. എക്സ്ട്രാ ടേക്ക് കെയർ എടുത്തു എന്ന് ഓർത്ത് പ്രശ്നമില്ലല്ലോ, എക്സ്ട്രാ സേഫ്റ്റി മെഷേഴ്സ് എടുത്തു എന്ന് ഓർത്ത് യാതൊരു പ്രശ്നമില്ല. ഓക്കെ, എടുത്താലും എടുത്തില്ലെങ്കിൽ അത് അങ്ങനെ പ്രശ്നമില്ലാത്തതാണ്. മിക്സി വർക്ക് ചെയ്യുമ്പോൾ കറണ്ട് അടിക്കില്ല, ഓക്കെ. പക്ഷെ എന്താ ഇവിടെ എന്തെങ്കിലും നമ്മുടെ കഷ്ടകാലത്ത് സമയത്ത് എന്തെങ്കിലും ലൂസ് കണക്ഷൻ ഉണ്ടെങ്കിലോ, വരത്തില്ലാണ്ടൊരു ഇതില്ലല്ലോ. സോ ടേക്ക് കെയർ, അത്ര മാത്രമേ ഉള്ളൂ. അവിടെ പേടിക്കാനോ വിഷമിക്കാനൊന്നും പറഞ്ഞല്ല, ടേക്ക് കെയർ. ഇങ്ങനെ സാധ്യതയുണ്ട്, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. കാരണം അറിഞ്ഞിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഒഴിവാക്കാൻ സാധിക്കും, അല്ലെ? നമുക്കൊരു സാധനം ഉണ്ട് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റൂലേ, അത്രേ ഉള്ളൂ. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ശുക്രൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് വരുന്ന സമയം തന്നെയാണ്. പക്ഷെ മനസ്സിലൊരു തൃപ്തിക്കുറവ്, സന്തോഷക്കുറവൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു 60 വയസ്സ് മുകളിലേക്കുള്ളവരെ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട ടൈം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ടേക്ക് കെയർ എടുത്ത് തന്നെ മുന്നോട്ട് പോകുന്നവർക്ക് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. അതായത് ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നവർ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോവുക കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ സാധിക്കില്ലേ, സന്തോഷമായിട്ട് നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ മൂവ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫലം എന്ന് പറയാം, അല്ലെ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വീഡിയോയുടെ പൂർണ്ണമായിട്ട് കാണുന്നു പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഫലം എന്ന് പറഞ്ഞാൽ പൊതുഫലമാണ്. നിങ്ങൾക്ക് അറിയാലോ, ഒരാളുടെ കയ്യിൽ ജാതകം വാങ്ങിയിട്ട് ഈ ജാതകത്തിൽ ഇന്ന ആളുടെ ഫലമാണ് ഇടുന്നതെന്ന് പറഞ്ഞല്ല നമ്മൾ ഇടുന്നത്, പൊതുവായിട്ടുള്ള ഫലമാണ്. യൂട്യൂബിലൊക്കെ വരുന്ന, യൂട്യൂബിലായാലും ടി വിയിലൊക്കെ ആയാലും നമ്മുടെ പൊതുഫലങ്ങൾ അങ്ങനെയാണ് വരിക. സോ പൊതുഫലം മാത്രം കണ്ടിട്ട് നമ്മൾ ബിഗ് ഡിസിഷൻ എടുക്കാനോ ബിഗ് ആയിട്ടുള്ള കാര്യത്തിലൊക്കെ ഇറങ്ങാനോ പാടില്ല. നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ നോർമൽ ലൈഫ് നിങ്ങൾക്ക് അത് ഓക്കെയാണ്, പക്ഷെ നമ്മൾ നല്ലൊരു കാര്യത്തിൽ ഇറങ്ങുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ട് പേഴ്സണലൈസ് കൺസൾട്ടേഷൻ എടുത്താൽ മാത്രമേ കാര്യമുള്ളൂ. എന്നാൽ മാത്രം നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉള്ളൂ. കാരണം ജാതകവും നമ്മുടെ ഗോചര ഫലം കൂടി കണക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് എങ്ങനെയുണ്ട് ടൈം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ജാതകത്തിൽ ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നത്, ഏത് അപകാരമാണ് നടക്കുന്നത്, ഏത് ദശാനാഥൻ ആരാണ്, ദശാനാഥന്റെ ബലം എങ്ങനെയുണ്ട് ജാതകത്തിൽ, നമ്മുടെ ജാതകത്തിൽ ഓരോ പ്ലാനറ്റിന്റെയും ബലാബലങ്ങൾ എങ്ങനെയൊക്കെയുണ്ട്, ദൃഷ്ടി എങ്ങനെയൊക്കെയുണ്ട് എന്നിങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വിധിയെയും കൂടി കണക്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ചന്ദ്രാൾ മാത്രം വീഡിയോ കാണാതെ ലഗ്നത്തിനും കൂടി ഫലം എടുത്ത് കാണാം. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളിപ്പം മേടരാശിയിലാണ് ജനനം, അതുപോലെ തന്നെ ലഗ്നം എന്ന് പറയുന്നത് ഇടവമാണെങ്കിൽ മേടത്തിന്റെയും ഇടവത്തിന്റെയും ഫലം എടുത്ത് കാണും നിങ്ങൾ. ഞാൻ അതുപോലെയാണ് വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ലഗ്നഫലവും രാശിഫലവും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന രീതി തന്നെയാണ്. നക്ഷത്രമാണ് പലർക്കും അറിയാവുന്നത്, പലർക്കും ജാതകം ഉണ്ടാവില്ല. സോ ജാതകം ഇല്ലാത്തൊരു ജാതകം ഒപ്പിച്ച് അല്ലെങ്കിൽ ജാതകം എടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഇന്നോട്ട് വീഡിയോസ് കാണുമ്പം ചന്ദ്രാൾ മാത്രം കാണാതെ ലഗ്നാലും കൂടെ എടുത്തു കാണുക. എന്നാൽ മാത്രമല്ല, കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന മനസ്സിന്റെയും ലഗ്നം എന്ന് പറയുന്ന വിധിയുമാണ്. സോ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുക, നമ്മുടെ ലൈഫിലേക്ക് പ്രിഡിക്ഷൻസ് വരിക എന്ന് പറയുന്നത്. ഇനി ഗോചരാൾ മോശ സമയമാണോടത്ത് വിഷമിക്കേണ്ട, നമ്മുടെ ജാതകവശാൽ നല്ല സമയമായിരിക്കും. ഓക്കെ, ഇനി ജാതകാൾ മോശ സമയമാണ്, ഗോചരാൾ മോശ സമയമാണെങ്കിൽ മാത്രമേ നമ്മളുടെ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ചിലവർക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല സമയമാണ് ഗോചരാൾ, പക്ഷെ അവർക്ക് ഇപ്പൊ നല്ല ഫലങ്ങൾ കിട്ടാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതകാൾ മോശ സമയം, അതുപോലെ തന്നെ പ്രശ്നത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിലും നെഗറ്റിവിറ്റി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് ആ ഗോചരാൾ. അതുകൊണ്ട് നമ്മുടെ ഗോചരാൾ നല്ല ഫലം പറയുന്നവരെ അല്ലെങ്കിൽ ഗോചരാൾ നല്ല ഫലമാണ് അത് തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നില്ലെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഒരു ദേവജ്ഞനെ കണ്ട എന്ത് ചെയ്യുക, അവരുടെ ജാതകം ഒന്ന് പരിശോധിക്കുക, അതൊന്ന് നോക്കുന്ന ഒരു പേഴ്സണലൈസ് കൺസൾട്ടേഷൻ എടുക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിലിപ്പം നമ്മൾ വെബിനാർസ് ഒന്നും ചെയ്യുന്നില്ല, കാരണം നമ്മുടെ മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന നമ്മുടെ അടിപൊളി ബിസിനസ് ഓണേഴ്സിനായാലും സ്റ്റാർട്ടപ്പ് നടത്താൻ നിൽക്കുന്നവർക്ക്, ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ കൃത്യമായ മൈൻഡ് സെറ്റിലേക്ക് പോകണം. കൃത്യമായ ലോ ഓഫ് അഫർമേഷൻസ് ഒക്കെ എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യണം, അത് ഏതൊക്കെയാണ്
എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഒരു റെക്കോർഡിംഗ് ബാച്ച് നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ ഇത്ര നാൾ ലൈവ് ബാച്ചസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇനി അത് റെക്കോർഡർ ബാച്ചസിലേക്ക് പോകണം. കാരണം നമുക്ക് അതിന്റെ ടൈം നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റും. വൺസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കായാലും എൻ്റെ ആക്സസ് ചെയ്യാനുള്ള ഇതായില്ലോ. സോ നമ്മൾ അതിലോട്ട് പോവാണ്. അതുകൊണ്ട് ഇനി ലൈവ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്രം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ പവേഴ്സ് ക്ലബിൽ വേറെ വെബിനാർസ് നമ്മൾ ലൈവ് ഉണ്ടായിരിക്കും. പക്ഷെ ഓഡിയോ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ടൈം ടൈറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ഫ്രീ ആകുമ്പോൾ ഒന്ന് ലൂസ് ആകുമ്പോൾ ടൈം ഒന്ന് ഓക്കെ ആയി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലൈവ് തുടങ്ങുന്നതായിരിക്കും. സന്തോഷമായിട്ടോ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട്. ഓക്കെ, ഓർത്ത് പ്രശ്നങ്ങൾ ഒത്തിരി ആണല്ലോ ഓർത്ത് വിഷമിക്കുകയോ ദുഃഖിക്കാനൊന്നും പാടില്ല. അതുപോലെ തന്നെ ഒന്നിനോർത്തും പേടിക്കാനും പാടില്ല. കൃത്യമായിട്ട് ജാഗ്രത. ഓക്കെ, ജ്യോതിഷം എന്ന് അല്ലെങ്കിൽ ഞാൻ പ്രിഡിക്ഷൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ട് സൂചനയാണ്. സിംഗിൾ ബോർഡാണ്. റൂട്ടുകൾ പോകുമ്പോൾ നമ്മൾ പല സിംഗിൾ ബോർഡ്സ് കാണാറുണ്ട് അല്ലേ. അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്മൂത്ത് ആയിട്ട് നമുക്ക് നല്ല ജേണി ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. നമ്മുടെ ഡെസ്റ്റിനി, നമ്മുടെ ഗോള്, നമ്മുടെ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ അത്ര മാത്രമാണ്, ഒരു സിംഗിൾ ആയിട്ട് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അതല്ലാതെ നിങ്ങളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ അത് നമ്മുടെ ചാനൽ തുടക്കം തൊട്ട് കാണുന്നവർക്കറിയാം. നമ്മുടെ ജേണിയിൽ കൂടി വന്നവർക്ക് എല്ലാവർക്കും അതറിയാവുന്നതാണ് കേട്ടോ. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മൾ കൂടുതൽ നല്ല വീഡിയോസ് തന്നെയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സർപ്രൈസ് കാത്തു വെക്കുന്നുണ്ട്. അത് നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ ടാർഗറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് മൈൻഡിൽ. സോ അത് എത്തുമ്പോൾ നമുക്കൊരു സർപ്രൈസ് കൂടി, നമ്മൾ 25,000 സബ്സ്ക്രൈബ് ആയപ്പോൾ നമ്മളൊരു സർപ്രൈസ് തന്നു നിങ്ങൾക്ക്. പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ, അതിൽ മില്ലിയനേഴ്സ് സക്സസ് മന്ത്രം എന്ന വെബിനാർ ആദ്യമേ ഫ്രീ ആയിട്ട് നടത്തി. പിന്നെ നമ്മൾ എന്താണ് കുറേ ഫ്രീ വെബിനാർസ് നടത്തി. പിന്നെ അതിന്റെ അപ്ഡേഷൻ എന്ന രീതിയിൽ നമ്മൾ മില്ലിയനേഴ്സ് സക്സസ് മന്ത്രയുടെ പെയ്ഡ് വെബിനാർ നടത്തി. ഇപ്പൊ മില്ലിയനേഴ്സ് സക്സസ് മന്ത്രയുടെ റെക്കോർഡർ ബാച്ച് നമ്മൾ തുടങ്ങുകയാണ്. സോ ഇനി ഒരു ടാർഗറ്റ് മനസ്സിൽ കിടപ്പുണ്ട്. ആ ടാർഗറ്റിൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എത്തുമ്പോൾ നമ്മൾ നിങ്ങളിലേക്ക് പുതിയൊരു സർപ്രൈസും കൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രയോജനം, എനിക്കൊരു ഉന്മേഷം നമുക്ക് കൂടുതൽ തന്നെ. കാരണം നിങ്ങളുടെ ഓരോ സ്നേഹം വരുമ്പോൾ എന്താണ് കൂടുതൽ നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ അത് തന്നെയാണ് കേട്ടോ. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.